അമേരിക്കയിലെ ഏറ്റവും വലിയ സിറ്റി, ലോക നേതാക്കന്മാർ ഭരിക്കുന്ന രാജ്യത്ത് ലോകത്ത് നടക്കുന്ന ആക്രമണങ്ങളെ ചൂണ്ടിക്കാട്ടി ചങ്കുറ്റത്തോടെ പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്ന 33 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ ന്യൂയോർക്ക് സിറ്റിയിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ന്യൂയോർക്ക് രാഷ്ട്രീയത്തിലെ സീനിയർമാരെയും അധികാര പരിചയ സമ്പന്നരെയും പിന്നിലാക്കിക്കൊണ്ട് ഇന്ത്യൻ കുടിയേറ്റക്കാരനായ സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ പ്രായം കുറഞ്ഞ മേയർ എന്ന അധികാരത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ന്യൂയോർക്ക് ഡെമോക്രാറ്റിക് പാർട്ടി പ്രൈമറി തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം നാമധാരി മേയർ അധികാരത്തിലെത്തുന്നത്. അതും മുൻ ഗവർണറായിരുന്ന ആൻഡ്രോ ക്യൂമോയെ പരാജയപ്പെടുത്തിക്കൊണ്ട്. ഇന്ത്യയിൽ ജനിച്ച് ഉഗാണ്ടൻ വംശജനായ പിതാവ് മഹ്മൂദ് മംദാനിയുടെയും ഇന്ത്യൻ വംശജയായ ചലച്ചിത്ര സംവിധായക മീര നായരുടെയും മകനാണ് സൊഹ്റാൻ മംദാനി. സൊഹ്റാൻ ജനിച്ചതും 7 വയസ്സുവരെ വളർന്നതും ഉഗാണ്ടയിലായിരുന്നു. പിന്നീട് ന്യൂയോർക്കിലേക്ക് സ്ഥിരതാമസമാക്കുകയായിരുന്നു. 2018 അമേരിക്കൻ പൗരത്വം ലഭിച്ചത്. സിറിയൻ കലാകാരി റാമ ദുവാജിയാണ് ഭാര്യ. സാമൂഹിക പ്രവർത്തകൻ, റാപ്പർ, എഴുത്തുകാരൻ എന്നീ മേഖലയിൽ ശ്രദ്ധേയനാണ് സൊഹ്റാൻ മംദാനി. 2020 ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മംദാനി ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ സോഷ്യലിസ്റ്റ് പക്ഷത്തെ മുൻനിര നേതാവായി മാറിയിരിക്കുകയാണ്. വിലക്കയറ്റം, ജപ്തി തുടങ്ങിയ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയത്തിൽ സൊഹ്റാൻ മംദാനി വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പോരാതെ കുടിയേറ്റക്കാർ, തൊഴിലാളികൾ എന്നിവർക്കിടയിലും വലിയ സ്വാധീനമുണ്ടാക്കാൻ സൊഹ്റാൻ മംദാനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് അകമ്പടിയോടെ ചീറിപ്പായുന്ന നേതാവിനെയല്ല ലോകജനങ്ങൾക്ക് ആവശ്യം. ഇതുപോലെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരെ ചേർത്ത് പിടിക്കുന്ന ചെറുപ്പക്കാരെയാണ് ഇപ്പോഴത്തെ ജനത ആഗ്രഹിക്കുന്നതെന്ന് തെളിയിക്കുകയാണ് ന്യൂയോർക്ക് സിറ്റി. സന്തോഷത്തിലാണ് ന്യൂയോർക്ക് സിറ്റി. കൂടെ നിൽക്കുന്ന നേതാവിനെ അവർക്ക് ലഭിക്കാൻ പോകുന്നു. പ്രതീക്ഷയോടെ സമാധാനത്തിൻ്റെ വഴികൾ തുറന്നു നൽകാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.